മസാലയുടെ വേദിയിൽ ഇനി ഒരു വൺ മൻ ഷോ ആണ്. വേദിയിലേക്ക് എത്തുന്നു ബിനു മണിയാർ. ബിനു നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ്? സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഭാവാവിനെയും സിനിമാ താരങ്ങളുടെ ശബ്ദവും ഇന്ന് ഈ വേദിയിൽ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല വില്ലൻ എം.എൻ. നമ്പ്യാരാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജഡ്ജായ നമ്മുടെ ഉല്ലാസ് പന്തളത്തെയാണ് അദ്ദേഹം നോട്ടമിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉല്ലാസ് പന്തളത്തിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് നോട്ടിവിടുന്ന എന്തിനാന്ന് അറിയാമല്ലോ. അപ്പോൾ അത് ഓക്കെ. അപ്പം എം.എൻ. നമ്പ്യാർ. രാഘവൻ ഭാഗ്യവാൻ. രാഘവൻ്റെ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, ഉല്ലാസിന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ജനക്കാറുണ്ട്. ഉല്ലാസേ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, അതും ഒരു പട്ടിയുടെ മുമ്പിൽ. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ അതുപോലൊരു വില്ലനായ ബാബു ആന്റണി. പണം അതിനു വേണ്ടി നാം ഒരു കുതിരയെ പോലെ പായണം, മറ്റാരും എത്താത്ത അത്ര വേഗത്തിൽ. സോ യു ക്യാൻ ഗോ. അപ്പം അതിനുശേഷം മലയാള സിനിമയിലെ പഴയകാല ഒരു ഒട്ടുമിക്ക നായികമാരെയും മലയാള സിനിമകൾക്ക് സമ്മാനിച്ച നമ്മളുടെ എല്ലാമായ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ വോയിസാണ്. അമ്മേ ജോമോൻ കള്ളം പറയത്തില്ല, അമ്മേ സത്യം. അമ്മ എനിക്ക് തൃപ്തിയായിട്ടാം എന്നെ മനസ്സിലാക്കാനും എൻ്റെ മനസ്സിൻ്റെ വിങ്ങനെ മനസ്സിലാക്കാനും അമ്മ ഈ വീട്ടിൽ ഇന്ന് വരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ല. അമ്മ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ വില മീറ്ററിന് 40 രൂപയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടി? അച്ഛത് ഈ കുടുംബത്തിന് വേണ്ടി. എടാ അച്ഛൻ ഇറങ്ങിപ്പോൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തി പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമയിലെ പഴയ കാല താരം മധു സാറിൻ്റെ മണിമംഗലത്ത് മാധുമീനൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ അറിയും. പഴയ ബ്രിട്ടീഷ് സമര സേനാനിയായിരുന്നടാ എൻ്റെ അച്ഛൻ. ബ്രിട്ടീഷുകാർ തോക്കും പിടിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അലറിക്കരയാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. അതിനു മോനെ ഇതാണടാ എൻ്റെ വഴി. അതുപോലെ തന്നെ നമ്മളുടെ പഴയ ഒരു താരമാണ് T.S. രാജു. അപ്പോൾ അദ്ദേഹം ഈ കുങ്കുമപ്പൂവ് എന്ന സീരിയലിൽ ഇവിടെ ഇരിക്കുന്ന വനിതാ രത്നങ്ങൾക്കൊക്കെ അറിയാം, ഒരു കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിൽ മറിയാമേ, നമ്മുടെ മോളുണ്ടല്ലോ, നമ്മുടെ മോളെ ശാലു, അവൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് പ്രൊഫസർ വിളിച്ചോണ്ട് പോയി. എന്തിനാ കിട്ടിണിയെടുത്ത് വെക്കാൻ. പ്രൊഫസറെ എന്നോട് കളിക്കരുത് കേട്ടോ, കളി ഞാൻ പഠിപ്പിക്കും. മർക്കോസ പറയുന്നത്, മർക്കോസ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പഴയകാല വില്ലൻ ജോസ് പ്രകാശ്. ബോയ്, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പെട്ടുള്ളവരാരും തന്നെ എന്നെ വില്ലൻ്റെ കുറുന്ന് തികച്ചു വിളിച്ചിട്ടില്ല. എന്നെ വില്ലൻ്റെ കുറുന്ന് വിളിച്ചിട്ടില്ല. ഒരു തന്നെ ഇവിടുന്ന് ജീവനോടെ പോയിട്ടുമില്ല. അങ്ങനെയുള്ള അച്ഛനെ എന്നോട് കളിച്ചാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പം വെരി ഗുഡ് പെർഫോമൻസ്. പ്രത്യേകിച്ച് ഈ ബാലചന്ദ്ര മേനോൻ ഒക്കെ ചെയ്തത് ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ T.S. രാജു, എല്ലാം. നമുക്ക് കുറച്ചുകൂടെ വിദഗ്ധ അഭിപ്രായം ചോദിക്കാം. ഉല്ലാസേട്ടാ, ബാലചന്ദ്ര മേനോൻ സാർ പറയാതിരിക്കാൻ സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ മധു സാറിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് എടുത്ത് ബിനു ചെയ്തത്. സൂപ്പറായിരുന്നു. വ്യത്യസ്തമായ രീതിയിലാണ് സ്റ്റാറുകളൊക്കെ അവതരിപ്പിച്ചത്. ഗംഭീരമായിരുന്നു, സൂപ്പർ, അടിപൊളി. ബിനു അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ, എല്ലാ സ്റ്റാറും. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ ബാലചന്ദ്രൻ സാറിൻ്റെയും മധു സാറിൻ്റെയൊക്കെ എന്തായാലും നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഓക്കെ ബിനു, സീ യു അഗൈൻ.